പുലി വരുന്നേ പുലി. വരുന്നത് ഒന്നും രണ്ടുമല്ല, 100 കണക്കിനാണ്. ആന, പുലി, കടുവ, പന്നി, കുരങ്ങ്, അങ്ങനെ നീളുന്നു നാട്ടുകാർക്ക് ഭീഷണിയായ വന്യമൃഗങ്ങൾ. മയിലും പാമ്പും ഒട്ടും മോശക്കാരല്ല. ജനങ്ങൾ പൊറുതിമുട്ടി. ഇതിനിടെ ഒരു കാട്ടാന ചരിഞ്ഞു. വൈദ്യുതാഘാതമെന്ന് വനം വകുപ്പിന് സംശയം. അവർ നടപടി തുടങ്ങി. റെയ്ഡ്, ചോദ്യം ചെയ്യൽ, കസ്റ്റഡിയിലെടുക്കൽ. ജനപ്രതിനിധികൾ ഇടപെടുന്നു. നാട്ടുകാർ സമരമുഖത്ത്. ഒടുവിൽ കാട് സംഘർഷഭൂമിയാകുന്നു. കോന്നി വനം ഡിവിഷനിലെ സംഘർഷ കാഴ്ചകളിലേക്ക്. കോന്നി കുളത്തുമണ്ണിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടാന അപകടത്തിൽപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ കോന്നിയിലെ DFO ഓഫീസിൽ എത്തിയത്. അദ്ദേഹം കോന്നി DFOയ്ക്ക് ഔദ്യോഗികമായി വിവരങ്ങൾ തരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഭവം, വനത്തോട് ചേർന്ന പ്രദേശത്ത് കൈതച്ചക്ക കൃഷി, ചക്ക തുടങ്ങിയവയുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാന ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുണ്ടായ സാഹചര്യം. അപ്പോൾ നിലവിൽ ഷോക്കേറ്റാണ് മരണം എന്ന് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വനം വകുപ്പ് ഇതിനോടകം തന്നെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് 3 മാസം മുമ്പ് തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. മൃഗങ്ങളെ പുറത്തേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്കാണ് നിലവിൽ അത്തരം കൃഷികൾ ഉള്ളത്. അത് യഥാർത്ഥത്തിൽ തടസ്സപ്പെടുത്തേണ്ടതാണ്. അപ്പം വനത്തിനോട് ചേർന്ന് ഉള്ള ഭൂമി, സ്വകാര്യ ഭൂമിയിലാണ് ഇത് സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഫെൻസിങ് ഉണ്ട്. അത് പക്ഷേ സ്വകാര്യ ഭൂമിയിലെ ഫെൻസിങ് ആണ്. അപ്പോൾ ചെറിയ അളവിൽ തന്നെ വൈദ്യുതി വന്നാൽ തന്നെ ഷോക്ക് ഏറ്റിട്ട് മൃഗങ്ങൾക്ക് നാശം സംഭവിക്കാം എന്ന ഒരു നിരീക്ഷണവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിൽ തന്നെ, കുളത്തുമൺ മേഖലയിൽ തന്നെ 3 പുലികളെ വനം വകുപ്പ് തന്നെ പിടികൂടി കാട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്നലെയും അവിടെ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വളരെ നാളുകളായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ പുലിയുടെയും പന്നി അതുപോലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ വലയുന്നൊരു സന്ദർഭമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ പ്രദേശത്ത് ആനയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആന കൃഷിയിടങ്ങളിലിറങ്ങി ജനങ്ങളുടെ കൃഷികൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജനജീവിതത്തിന് ഭീഷണിയാകുന്നതായ ഒരു ഘട്ടം വന്നപ്പോൾ ആ വിവരം ജനങ്ങളുടെ കൂടെ വന്നുകൊണ്ട് DFOയെ ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. DFO അന്ന് തന്നിരുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ ആ സ്ഥലം സന്ദർശിക്കുകയും അതിനടുത്ത പാട ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഫോറസ്റ്റുകാരെ അവിടെ അയക്കാമെന്നും എത്രയും വേഗം ആ പ്രദേശത്ത് നിന്ന് ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്താനുള്ളതായ നടപടികൾ സ്വീകരിക്കാമെന്നും ആ സ്ഥലത്ത് വന്നിട്ട് ഉറപ്പ് തന്നതാണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജനവാസ മേഖലയിൽ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ഒരു കാട്ടാന ചരിഞ്ഞ രീതിയിൽ കാണപ്പെട്ടത്. നേരത്തെയും ചില ചെറിയ സംഭവം ഉണ്ടാകാറുണ്ട്, ആന ഇങ്ങനെ വരുമ്പോൾ പിടിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു 3 വർഷമേ ഒരിക്കൽ ഇത്രത്തോളം ഇതിൻ്റെ ശല്യം കൂടിയത്. അത് കാരണം പറഞ്ഞാൽ കാട്ടിൽ മുൻപായിരുന്നെങ്കിൽ എല്ലാത്തിനും ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളെല്ലാം കിട്ടുവാൻ സാധനമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അതേപോലെ കാട് സംരക്ഷിക്കുന്നുമില്ലല്ലോ, വനം സംരക്ഷിക്കുന്ന ഒരുപാടുമില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് 1. 2, കാട്ടിലുള്ള വനത്തിനുള്ളിലുള്ള ജലാശയങ്ങളെല്ലാം അതൊക്കെ സംരക്ഷിക്കാൻ ഒരു നിലപാടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നില്ല. ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിലപാടെടുത്താൽ ഒരു കാട്ടുപോത്തും ഒന്നും ഈ നാട്ടിലേക്ക് ഇറങ്ങി വരില്ല. അത് ചെയ്യണം. അത് അതിന് പ്രത്യേക പാക്കേജ് ഇട്ടുകൊണ്ട് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിക്കണം. വളരെ കാര്യക്ഷമമായ ഒരു വനനിയമം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം. വനംവകുപ്പ് വനത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് വനംവകുപ്പ് പ്രതികരിക്കുന്നത്. വനംവകുപ്പിന് ചില കർശന നടപടികൾ എടുക്കേണ്ടി വരും. അപ്പോൾ
അത് ജനങ്ങളെ ബാധിക്കുമ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരും. ചുരുക്കത്തിൽ ഇത് എല്ലാ കൂട്ടരും പരസ്പരം ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ആവാസ വ്യവസ്ഥ, ജീവിത ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നിയമബോധവൽക്കരണ ആവാസ വ്യവസ്ഥ ഈ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട് എന്നാണ് പോസിറ്റീവ് ന്യൂസിൻ്റെ അഭിപ്രായം.